അഖിലേന്ത്യാ തലത്തിൽ അതിന്റെ സംഘടനയുണ്ടാക്കാൻ അതേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏത് കാലത്ത് 1962 തീരുമാനമെടുത്തു. അഖിലേന്ത്യാ തലത്തിൽ സമസ്ത കേരള ജമിയത്തിന്റെ പ്രവർത്തനം വിപുലീകരിക്കാൻ അതേ 31/1/76 തീരുമാനം നമുക്ക് ഇതിൽ കാണാൻ കഴിയും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ വേണ്ടി അതിന് ഭാഗ്യം ലഭിച്ച മഹാപണ്ഡിതനാണ് ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. 61 ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا ينصرون. صدق الله العلي العظيم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ നേതാക്കൾ, പ്രവർത്തകർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികൾ മുഖേന എത്തിച്ചേർന്ന നാട്ടുകാരാണ് നാം. ആ സഹാബികൾ അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ ഞങ്ങളും വിശ്വാസികളാണ് എന്ന് പറയുന്ന ചിലർ, വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ, വിശ്വസിക്കാതെ വിശ്വസിച്ചു എന്ന് പറയുന്നവർ മനുഷ്യരിൽ ഉണ്ടെന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിച്ചു. വിശ്വസിച്ചവരുടെ സ്വഭാവം എന്താണ്? ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, 100% അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവർ വിശ്വാസികളാകുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി വിശ്വസിക്കുകയും അവിടുന്ന് പഠിപ്പിച്ച ആശയം അതേപടി പകർത്തുകയും ചെയ്ത മഹാന്മാരായ സഹാബികൾ. അവിടുന്ന് പറഞ്ഞു, മാമിൻ നബിയ്യിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മത്തിഹി ഇല്ലാ കാന ലഹു ഹവാരിയൂന വഅസ്ഹാബുൻ യഖുദൂന ബിസുന്നതി. ഏത് നബിമാർക്കും സഹാബികൾ ഉണ്ട്. അവർ ആ നബിയുടെ ചര്യ നന്നായി പിടിച്ച് അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന സഹാബികൾ. വയഖ്തദൂന ബിഅംരിഹി, ആ നബിയുടെ കൽപ്പന പിന്തുടർന്ന് ജീവിക്കുന്നവർ. എന്നാൽ അത് സഹാബികളുടെ കാലമാണ്. ആ സഹാബികളെ 100% പിന്തുടർന്നുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ പരിശുദ്ധ ഇസ്ലാം വിവരിച്ചത്. വഅതത് അലാ അഖാബിഹിം ഉലമാഉനാ വറസൂ സിമാറൻ യജ്തനീഹൽ ജാനി. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശദീകരിക്കുമ്പോൾ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പാടിയതാണ്,
നമ്മുടെ പണ്ഡിതന്മാർ ആ സഹാബികളെ 100% പിന്തുടർന്നുകൊണ്ട് ആ ഫലങ്ങൾ അവർ ഇവിടെ വളർത്തി ഉയർത്തി കൊയ്തെടുത്തവരാണ്. കശാഫിഈ വമാലികിൻ വഅഹ്മദ വഅബീ ഹനീഫത വറിളാ സുഫിയാനി. അതാണ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ. അവരെ പിന്തുടർന്നുകൊണ്ടാണ് വഅതാ അബുൽ ഹസനിൽ ഇമാമിൽ അശ്അരി മുബയ്യിനൻ ലിൽ ഹഖ് അയ്യ ബയാനി. ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു പിന്തുടർന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് വിവരിച്ചത്, ഇസ്ലാം എന്താണെന്ന് വിവരിച്ചത്. വമുനാദിലൻ അമ്മാ അലൈഹി ഉലൈകൽ അസ്ലാഫു ബിത്തഹരീരി വല്ലിത്ഖാനി. ആ സലഫുകൾ, മുൻഗാമികൾ എന്താണ് പഠിപ്പിച്ചത് എന്നത് നിലനിർത്താൻ വേണ്ടി അതിനെതിരായി വരുന്നതിനെ മുഴുവനും ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു തടുത്തു നിർത്തുകയായിരുന്നു. ഒരു മദ്ഹബിന്റെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ അവർക്കെതിരായി അവിടുന്ന് ഒന്നും പറഞ്ഞില്ല. ലകിൻ യുവാഫിഖു ഖൗലഹും വയസീദുഹു ഹുസ്നൻ ബിതഹ്ഖീഖിൻ വഫളി ബയാനി. ഇമാമിങ്ങൾ എന്താണ് വിവരിച്ചത് അത് കൃത്യമായി വിവരിച്ചു കൊടുക്കുകയായിരുന്നു ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു ചെയ്തത്. എന്നാൽ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ 3 ഇമാമികൾക്ക് പുറമെ യാ സാഹി ഇന്ന അഖീദത്തൻ നുഅമാനി വൽ അശ്അരി ഹഖീഖത്തുൽ ഈഖാനി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്നുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ വിവരിച്ച മഹാനാണ് അബൂ മൻസൂറിനിൽ മാതുരീദി റളിയല്ലാഹു അൻഹു. എല്ലാവരും യഥാർത്ഥത്തിൽ ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പഠിപ്പിച്ചവരാണ്. വകിലാഹുമാ വല്ലാഹി സാഹിബു സുന്നത്തിൻ യഹ്ദില്ലാഹു മുഖ്തദിയാൻ ബിഹദിയില്ലാഹി മുഖ്തദിയാനി. അവരെല്ലാം അല്ലാഹു പഠിപ്പിച്ച ആശയം എന്താണോ അത് പിന്തുടർന്നുകൊണ്ടാണ് ഇവിടെ ജീവിച്ചതും പ്രചരിപ്പിച്ചതും. ഇവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയിച്ച കക്ഷി ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തോട് ചോദിക്കപ്പെട്ടു, വമനിൻ നാജിയ, വിജയിച്ച കക്ഷികൾ ആരാണ്? ഖാല അഹ്ലുസുന്നത്തി വൽ ജമാഅ, അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണെന്ന് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ഖീല, അപ്പോൾ നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, വമനി സുന്നത്തു വൽ ജമാഅ, ആരാണ് സുന്നത്ത് ജമാഅത്ത്? ഖാല മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബികളും ഏതൊരാശയത്തിലാണോ അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. വേറെ പല രാജ്യങ്ങളിലും റാഫിളത്തും ശിയഅത്തും അതുപോലെ മുജസ്സിമത്തും നാസിബത്തും അങ്ങനെ തുടങ്ങി ഒരുപാട് കക്ഷികൾ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മുടെ കേരളം അതിൽ നിന്നെല്ലാം സംശുദ്ധമായിരുന്നു. ആ കേരളത്തിൽ പഴയ കാലത്ത് കഴിഞ്ഞുപോയ പുത്തനാശയക്കാരുടെ ആശയങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിളമ്പി മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ബിദ്അത്തുകാർക്കെതിരെ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം എന്താണെന്ന് കൃത്യമായി പഠിപ്പിച്ച് ഈ ബഹുസ്വര രാജ്യത്ത് മറ്റുള്ള മുഴുവൻ സമുദായങ്ങളോടും സൗഹാർദ്ദത്തിൽ ജീവിക്കുകയും രാഷ്ട്രപുരോഗതിക്ക് വേണ്ടി കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കുകയും എല്ലാ നന്മകളും വാരി വിതറുകയും ചെയ്യാനും അതേ സമയത്ത് ഈമാൻ രക്ഷപ്പെടാതെ ഒരു മനുഷ്യനും സ്വർഗത്തിലെത്താൻ കഴിയില്ല, അത് സംരക്ഷിക്കാനും വേണ്ടി മഹാനായ മർഹൂം വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു, വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു തുടങ്ങിയ മഹാപണ്ഡിതന്മാരാൽ സ്ഥാപിക്കപ്പെട്ടതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സഹാബികളെ പിന്തുടർന്നുകൊണ്ട് അയിമ്മത്ത് പഠിപ്പിച്ച ആശയത്തിലാണ് ജീവിച്ചത്. എന്നാൽ ഈ പുതിയ കക്ഷികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏത് നബിക്കും സഹാബികളുണ്ട്, അവർ സുന്നത്തിനെ മുറുകെ പിടിക്കും, നബി തങ്ങളെ കൽപ്പനകൾ പിന്തുടരും.
ثم إنها تخلف من بعدهم خلوف. ആ മഹാന്മാരുടെ കാലം കഴിഞ്ഞാൽ, സഹാബികളുടെ കാലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിന്റെ അവസാന ഘട്ടത്തിൽ തന്നെ ചിലർ, അതാ നല്ലതല്ലാത്ത ചില കക്ഷികൾ രംഗത്ത് വരും. യഖൂലൂന മാ ലാ യഫ്അലൂൻ. അവരുടെ സ്വഭാവം അവർ ചെയ്യാത്തത് പറയുന്നവരാണ്. ഉദാഹരണത്തിന് അവർ പറയുക ഖുർആൻ സ്വീകരിക്കണം എന്നാണ്, പക്ഷേ അവർ ഖുർആൻ സ്വീകരിക്കുകയില്ല. അവർ പറയുക നബി തങ്ങളുടെ സുന്നത്ത് സ്വീകരിക്കണമെന്നാണ്, പക്ഷേ അതവർ സ്വീകരിക്കുകയില്ല. യഖൂലൂന മാ ലാ യഫ്അലൂൻ. നിങ്ങൾ കാണുന്നില്ലേ, ഖുർആൻ പഠിപ്പിച്ചു മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി നിൽക്കണം. വയതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല. മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കിതാബ് റിസാലയിൽ വിവരിച്ചതുപോലെ കുറെ ആശയങ്ങളുള്ളവർ ഒന്നിച്ചൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക എന്നല്ല, മറിച്ച് എന്താണോ മഹാന്മാരായ സഹാബത്ത് പഠിപ്പിച്ചത് ആ ആശയത്തിൽ ഒരുമിച്ച് നിൽക്കുക. ആശയപരമായ യോജിപ്പാണ് അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനാണ് അലൈക്കും ബിൽ ജമാഅ എന്നും, അതുപോലെ ധാരാളം ഹദീസുകളിൽ ആ ജമാഅത്ത് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞത്. മുസ്ലിം കൂട്ടായ്മ, അതാണ് മുഖ്യധാര മുസ്ലിമീങ്ങളുടെ വഴി. അതിൽ നിന്ന് മാറി ആ സഹാബത്തിനെ തള്ളി ഇവിടെ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നവർ വരും എന്നത് വൈബറിയുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയഫ്അലൂന മാ ലാ യുമറൂൻ. അവരുടെ മറ്റൊരു സ്വഭാവം കൽപ്പിക്കപ്പെടാത്തത് പ്രവർത്തിക്കുക എന്നതാണ്. ഉദാഹരണത്തിന് അല്ലാഹു അവന്റെ ഖുർആനിൽ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ. സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണം, ആവശ്യത്തിന് മാത്രമേ അവർ പുറത്തു പോകാവൂ. അതുകൊണ്ടാണല്ലോ സഹാബിയായ അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഒരു ഉമ്മുവലത് അതേ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ വളരെ ഗൗരവത്തോടുകൂടി അവളെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, നീ കണ്ടിട്ടില്ലേ ഖുർആൻ പറഞ്ഞത് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്ന്? കാരണം ജനാസ സംസ്കരിക്കാൻ സ്ത്രീയുടെ ആവശ്യം ഇല്ല. സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് നമ്മുടെ ലോകത്ത് എവിടെയും നമ്മൾ കാണുന്നില്ല മയ്യത്തിന്റെ കൂടെ ഉമ്മയുടെ മയ്യത്തിന്റെ കൂടെ മകള് പോകാറില്ല, ഭർത്താവിന്റെ മയ്യത്തിന്റെ കൂടെ ഭാര്യ പോകാറില്ല. കാരണം മഹാന്മാരായ സഹാബത്ത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അതാണ്, അതിന് സ്ത്രീകൾ പോകേണ്ട ആവശ്യം ഇല്ല. ഇതേപോലെ ഉപയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഖൈർ എന്ന് നബി തങ്ങൾ പറയുമ്പോ ആ ഖൈർ കൈയൊഴിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്കും പോകേണ്ടതില്ല. അത് പോകുന്നത് തെറ്റാണ്. ലാ തുസാഫിറു ഇംറഅത്തുൻ ഇല്ലാ വമഅഹാ മഹ്റമുൻ. അതേ, നാട് വിട്ടു പോവുകയാണോ, അത് ട്രെയിനിലായാലും ബസ്സിലായാലും കാറിലായാലും നാട് വിട്ടു പോവുകയാണോ ഒരു സ്ത്രീ, എന്നാൽ അവളുടെ കൂടെ കാണാനും തൊടാനും പറ്റുന്നൊരു വ്യക്തിയില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശയമാണ്. സുബ്ഹാനല്ലാഹ്, സ്ത്രീകളെ അതേ പ്രദർശനത്തിന് വേണ്ടി കൊണ്ടുപോകുന്നവരെ വളരെ നേരത്തെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെ ഗൗരവത്തോടുകൂടി അതിനെതിരായി സംസാരിച്ചത് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 1985 ഇറക്കിയ ഈ സ്മരണികയിൽ കാണാം. നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് നബിയും സഹാബത്തും പഠിപ്പിച്ച ആശയമാണ്, അയിമ്മത്ത് പഠിപ്പിച്ച ആശയമാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനെതിരെ വല്ലവരും നീങ്ങിയാൽ അവരോട് എങ്ങനെ സമീപിക്കണം എന്നതാണ് ഈ ഹദീസിന്റെ അടുത്ത ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേ, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. നബിയും സഹാബത്തും പഠിപ്പിച്ച ആ ആശയം കൈവിട്ടുകൊണ്ട് വല്ലവനും ഇവിടെ പുതിയ ആശയം കൊണ്ടുവന്നാൽ അവനോട് സമരം ചെയ്യണം. അവനോട് സമരം ചെയ്യണം. ബിയദിഹി, കൈകൊണ്ട് സമരം ചെയ്യണം. അതേ, ലേഖനങ്ങൾ എഴുതണം, പുസ്തകങ്ങൾ എഴുതണം, ഗ്രന്ഥങ്ങൾ എഴുതണം. അതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചെയ്ത ഡ്യൂട്ടി. സഹീഹുൽ ബുഖാരിയുടെ ഓരോ അധ്യായങ്ങളും നോക്കൂ, സഹീഹ് മുസ്ലിമിന്റെ 1-ാമത്തെ അധ്യായം തന്നെ നോക്കൂ. അയിമ്മത്ത് മുജ്തഹിദുകൾ, അതുപോലെ മുഹദ്ദിസുകൾ, മുഫസ്സിറുകൾ
അവരുടെ ഗ്രന്ഥങ്ങൾ നോക്കൂ. അവരുടെ കൈകൊണ്ട് അവർ സമരം ചെയ്തത് എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പികയുടെ ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ടാണ്. മഹാന്മാരായ അയിമ്മത്ത് അവർ വിശ്രമമില്ലാതെ എഴുതി. എത്രയാണ് അഖീദയുടെ കിതാബുകൾ എഴുതിയത്, എത്രയാണ് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഇമാം റാസിയെ പോലുള്ളവർ സമർത്ഥിച്ചത്, എത്രയാണ് അതിനുവേണ്ടി മാത്രം അതേ സൈനുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പോലുള്ള വലിയ വലിയ മഹാന്മാർ എത്ര ഗ്രന്ഥങ്ങളാണ് ആ വിഷയത്തിൽ രചിച്ചത്. ഇമാം ബുഖാരിയുടെ അധ്യായങ്ങൾ അത് മുർജിയത്തിനെതിരെ, മുഅ്തസിലത്തിനെതിരെ, റാഫിളത്തിനെതിരെ, മുജസ്സിമത്തിനെതിരെ അങ്ങനെ തുടങ്ങി അവിടുത്തെ അധ്യായങ്ങൾ തന്നെ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ നിലനിർത്താനുള്ളതാണെന്ന് സഹീഹുൽ ബുഖാരി ഓതിയ ഏത് മുതഅല്ലിമീങ്ങൾക്കും അറിയാം. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. കൈകൊണ്ടുള്ള സമരം. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. ഞാൻ പറയട്ടെ, ഇവിടെ ഇപ്പോൾ വിളംബരം നടന്നു. നമ്മുടെ പ്രവർത്തകന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ 100ാം വാർഷിക പരിപാടി എവിടെയെല്ലാം ഹലാലായ ചുമരുകളുണ്ടോ അവിടെ മുഴുവനും എഴുതി വെക്കുകയെന്നത് അത് കൈകൊണ്ടുള്ള സമരത്തിന്റെ ഒരു ഭാഗമാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തകന്മാർ പോകാൻ. നമ്മൾക്ക് വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഇമാമിങ്ങൾ എഴുതിയതുപോലെ എഴുതാൻ നമുക്ക് സാധ്യമല്ല. അവരെഴുതിയത് പകർത്തി എഴുതാനേ നമുക്ക് കഴിയും. നമ്മൾ ഓരോ കാലഘട്ടത്തിലും അനിവാര്യമായ പ്രവർത്തനങ്ങളിലൂടെയാണ് കൈകൊണ്ടുള്ള സമരം ചെയ്യേണ്ടത്. അത് ഹബീബ് നബി തങ്ങളാണ് പറയുന്നത്, വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. അൽഹംദുലില്ലാഹ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ വാർഷിക സമ്മേളനങ്ങളിലൂടെ ജനങ്ങൾക്ക് മുഴുവനും സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു. സുന്നത്ത് ജമാഅത്തിന്റെ എതിരായ ആശയങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി. മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം സജീവമാക്കാൻ അഖിലേന്ത്യാ തലത്തിൽ അതിന്റെ സംഘടനയുണ്ടാക്കാൻ അതേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏത് കാലത്ത് 1962 തീരുമാനമെടുത്തു. അഖിലേന്ത്യാ തലത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുകളുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ അതേ 31/1/76 തീരുമാനം നമുക്ക് ഇതിൽ കാണാൻ കഴിയും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ വേണ്ടി അതിന് ഭാഗ്യം ലഭിച്ച മഹാപണ്ഡിതനാണ് ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. 61 നമ്മുടെ ആലിമീങ്ങൾ അത് തീരുമാനിച്ചതാണ്. അത് നടപ്പാക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുകളുടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ ശൈഖുനാക്ക് അതിന് ഭാഗ്യമുണ്ടായി എന്നത് ഏറ്റവും വലിയ അഭിമാനാർഹമാണ്. ഇനി ഞാൻ പറയട്ടെ, കേരളത്തിന്റെ പുറത്തും ലോകമൊട്ടാകെയുമുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളാണ്. അവിടെ ഒരു സ്ഥലത്തും ഒരു സ്റ്റേറ്റിലും അതല്ല ലോകത്തൊരു സ്ഥലത്തും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരില്ലാത്ത ഒരു ലോകം ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് നാട്ടിലും അതേ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം വളരെ കൃത്യമായി പഠിപ്പിക്കാനും അതുപോലെ അതിന് വേണ്ടത് ചെയ്യാനും സംഘടന ഉണ്ടാക്കാനും യാതൊരു പ്രയാസവും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർക്കുണ്ടായിട്ടില്ല. ഇനി ഞാൻ പറയട്ടെ, അതേ നമ്മുടെ നാവുകൊണ്ട്, നമ്മുടെ കൈകൊണ്ട്. ഇനി ഒന്നുകൂടി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. പുത്തനാശയക്കാർക്കെതിരെ കൈകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഗ്രന്ഥം രചിക്കലും ലേഖനം എഴുതലും പുസ്തകം എഴുതലും സ്മരണിക എഴുതലും ഒക്കെ അതിൽപ്പെട്ടതാണ്. രണ്ടാമത് നാവ് കൊണ്ടുള്ള ഖണ്ഡന മണ്ഡന പ്രവർത്തനങ്ങൾ. അൽഹംദുലില്ലാ, ഞാൻ പറയട്ടെ, 1989 മുമ്പ് എടവണ്ണയിൽ നമുക്ക് സുന്നത്ത് ജമാഅത്തിന് പള്ളിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, പള്ളി ഇല്ലാതെ ആയതല്ല. നേരത്തെ അവിടെയുള്ള പള്ളി സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയാണ്. അതൊരു ദിവസം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അത് തട്ടിയെടുത്ത് അവിടെയുള്ള മഖ്ബറ അടിച്ചു പൊളിച്ചു എന്ന് അവർ തന്നെ എഴുതിയിട്ട് അവർ മഖ്ബറ പൊളിച്ചു എന്നല്ല പറഞ്ഞത്, വിഗ്രഹധ്വംസനം നടത്തി എന്നാണ് പറഞ്ഞത്. മഹാന്മാരുടെ മഖ്ബറ വിഗ്രഹമാണോ? എന്നാൽ മദീന ഷരീഫിൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ജാറമുണ്ടല്ലോ, മഖാമുണ്ടല്ലോ, അതേ ഹുജ്റത്തു ഷരീഫ് ഉണ്ടല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ,
ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ടല്ലോ. സുഹൃത്തുക്കളെ, അത് വിഗ്രഹമാണെന്ന് പറയാൻ ഈ കക്ഷികൾക്ക് കഴിയുമോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, എന്റെ ഖബർ ഒരിക്കലും നീ ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇടമട്ടത്ത് വെച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളോട് വാദപ്രതിവാദം നടത്തിയപ്പോ അൽഹംദുലില്ലാഹ് ഇന്ന് ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. കാരണം വാദപ്രതിവാദം നടത്താൻ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ധൈര്യവും സ്ഥൈര്യവും ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എന്നതിനാൽ നമ്മൾ വളരെ അഭിമാനത്തിലാണുള്ളത്. സുഹൃത്തുക്കളെ, അന്ന് ചോദിച്ചു ഞാൻ, നബി തങ്ങളുടെ ദുആ അല്ലേ അത്? ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ലേ? എന്നിട്ടും ആ റൗള ശരീഫിന്റെ ചുമരിന്റെ മേലെ ഇസ്തിഗാസയുടെ പദ്യമല്ലേ ഉള്ളത്? അതെ, യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ളമുഹു എന്ന് പറയുന്ന നബി തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്ന പദ്യം ആ ചുമരിന്റെ മേലെ ഇല്ലേ? അവിടുത്തെ ജാറം അവിടെ ഇല്ലേ? എന്നിട്ട് അത് വിഗ്രഹമാണെന്ന് ഈ പുത്തൻവാദികൾക്ക് പറയാൻ എങ്ങനെയാണ് ധൈര്യം വരുന്നത്? വിഗ്രഹധ്വംസനം നടത്തിയെന്നല്ലേ എടവണ്ണയിലെ ആ വലിയ ജാറം അടിച്ചു പൊളിച്ചിട്ട് അവർ ലേഖനം എഴുതിയത്? സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഓർക്കണം, ഇതേപോലെ വലിയ ഒരു സയ്യിദിന്റെ ജാറം, ആ സയ്യിദിന്റെ നേതൃത്വത്തിലാണ് കുറ്റ്യാടിയിലും പരിസരങ്ങളിലും പള്ളിയുണ്ടായത്, മഖബറയുണ്ടായത്. ജമാഅത്തെ ഇസ്ലാമിക്കാർ യാതൊരു മടിയുമില്ലാതെ ആ മഹാന്റെ ഖബർ അടിച്ചു പൊളിച്ച് പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതുപോലെയുള്ള ഖുത്ബ മാറ്റിയില്ലേ? ഞങ്ങൾ നബി തങ്ങളുടെ സുന്നത്ത് പിന്തുടരുമെന്ന് പറയുകയും അതേസമയത്ത് നബി തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അറബിയിലല്ലാതെ ഖുത്ബ ഓതി അറബിയിലല്ലാതെ ജുമഅ നിസ്കരിച്ചിട്ടുണ്ടോ? അതെ, ഒരു ഭാഷയിൽ ജുമഅയും മറ്റൊരു ഭാഷയിൽ ഖുത്ബയും നബി തങ്ങളുടെ ജീവിതത്തിൽ വല്ലപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? സഹാബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അയിമ്മത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? 1300 കൊല്ലം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ സുഹൃത്തുക്കളെ, അവിടെയുള്ള പള്ളിയില് ഖുത്ബ മാറ്റിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ ജുമഅ ഈ പുത്തൻവാദികളായ ജമാഅത്ത് ഇസ്ലാമിക്കാർ നശിപ്പിച്ചു കളഞ്ഞില്ലേ? ജമാഅത്ത് ഇസ്ലാമി അവരുടെ ചില പഞ്ചസാര വാക്ക് കേട്ട് ഒരാളും പെട്ടുപോകണ്ട, വളരെ നന്നായി ശ്രദ്ധിക്കണം. ലോകത്തിന്റെ മുഴുവനും നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം, അമ്പിയാക്കളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിക്കുകയില്ലെന്ന് ഇബ്നു തൈമിയ പോലും ഇബ്നുൽ ഖയ്യിം പോലും അവരേറ്റവും ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരായി പരിചയപ്പെടുത്താൻ അവരെയല്ലേ, അവര് പോലും രേഖപ്പെടുത്തിയിട്ട് അത് അംഗീകരിക്കാൻ ജമാഅത്ത് ഇസ്ലാമിക്ക് കഴിഞ്ഞില്ലല്ലോ, മുജാഹിദിന് കഴിഞ്ഞില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം സമുദായത്തിന്റെ നന്മയാണ് ഈ പുത്തൻവാദികൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹബീബ് നബി തങ്ങളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഈ സമുദായത്തിന് എന്ത് നേട്ടമാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ഉണ്ടാക്കാൻ പോകുന്നത്? ജൂതന്മാരെ തൃപ്തിപ്പെടുത്താനല്ലേ അത് എഴുതി വെച്ചത്? ഇസ്ലാമിന്റെ ശത്രുക്കളെ തൃപ്തിപ്പെടുത്താനല്ലേ അത് എഴുതി വെച്ചത്? അല്ലാതെ തെളിവുണ്ടായിട്ടാണോ? പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ? അതേ, വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി. മൂസാ നബിയെ കണ്ടുമുട്ടി എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? നബി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ കണ്ടുമുട്ടിയത്? ഖബറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നത് കൊണ്ടല്ലേ കണ്ടുമുട്ടിയത്? ആകാശത്തിൽ നിന്ന് സംഗമിച്ചത് കൊണ്ടല്ലേ കണ്ടുമുട്ടിയത്? അതൊക്കെ ഇമാം മുസ്ലിം ബുഖാരിയും മറ്റും റിപ്പോർട്ടിന്റെ ഹദീസിൽ വ്യക്തമായുള്ളതല്ലേ? പക്ഷെ ഈ ബുഖാരിയും മുസ്ലിമും ഒരു മുജാഹിദും ഒരു ജമാഅത്തുകാരനും അംഗീകരിക്കുന്നില്ല. അവർ പറയൽ ഖുർആനും സുന്നത്തും സ്വീകരിക്കും എന്നാണ്. ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശുപാർശ തേടണം എന്നല്ലേ പറഞ്ഞത്? നബി തങ്ങൾക്ക് ശുപാർശ പറയാനുള്ള അധികാരം മാത്രമല്ല, നബി തങ്ങൾ ശുപാർശ ചെയ്താലാണ് ഞാൻ പാപം പുറത്തു കൊടുക്കുന്നത് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? എവിടെ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ളവരുടെ പാപം പൊറുക്കാൻ അവിടുന്ന് റെക്കമെൻഡ് ചെയ്യണം എന്നല്ലേ ഖുർആനിലുള്ളത്? അങ്ങനെ ഒരു മധ്യവർത്തി വേണ്ട എന്നല്ലേ പലരെയും ഈ കക്ഷികൾ പറഞ്ഞു പഠിപ്പിച്ചത്? അത് പരിശുദ്ധ ഖുർആനിനെതിരല്ലേ? അവരൊരിക്കലും ഖുർആനിന്റെ വക്താക്കളല്ല, ഒരിക്കലും സുന്നത്തിന്റെ വക്താക്കളല്ല. സുഹൃത്തുക്കളെ, ഞാൻ ചുരുക്കി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കക്ഷികൾ അവരോട് കൈകൊണ്ടുള്ള സമരം, അതുപോലെ നാവ് കൊണ്ടുള്ള സമരം,
അത് കഴിയാത്തവരുണ്ടാകും. കാരണം പാണ്ഡിത്യമില്ലാത്തവർക്ക് അവർക്ക് മറുപടി പറയാൻ കഴിയില്ല, അവരോട് സംവദിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണ്? പണ്ഡിതന്മാരല്ലാത്തവർ ചെയ്യേണ്ടത് എന്താണ്? മനസ്സുകൊണ്ട് അവരോട് സമരം. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ മിസ്കാത്തിന്റെ ശറഹ് മിർഖാത്ത് എടുത്തു നോക്കൂ, അതുപോലെ ഹദീസിന്റെ ശറഹുകൾ എടുത്തു നോക്കൂ. ഇത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസാണ്. അതിലെന്താ പറഞ്ഞത്? നാവ് കൊണ്ട് സമരം, മനസ്സുകൊണ്ട് സമരം. അതെങ്ങനെ? അവരോട് മാറി നിൽക്കുകയും കോപിച്ചു നിൽക്കുകയും പിണങ്ങി നിൽക്കുകയും ചെയ്യുക എന്നാണ്. അവരെ സുഹൃത്താക്കുക എന്നല്ല. മാന്യ സഹോദരന്മാർ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വത്തിഫാഖി സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിഅതി വമുഹാജറതിഹിം വഖത്ഇ സുഹബതി മഅഹും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തസ്ഫയിൽ പറഞ്ഞ വാചകമാണ്. ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി ബന്ധം വിച്ഛേദിക്കണം. ഓ സുഹൃത്തുക്കളെ, അതിനർത്ഥം സുബ്ഹാനല്ലാഹ്, ഞങ്ങളോട് പത്രക്കാര് ചിലപ്പോ ചോദിച്ചു, അതേ പൊതുകാര്യങ്ങളിൽ ഒന്നും പറ്റൂല എന്നാണോ? ഞാൻ ചോദിച്ചു, തീ പിടിക്കുന്ന സ്ഥലം കെടുത്താൻ വേണ്ടി സുന്നിയല്ലാത്തവരും വരുമ്പോ നീ ഇവിടെ കയറണ്ടെന്ന് പറയാന്നാ എന്നല്ലല്ലോ ആ പറഞ്ഞതിനർത്ഥം. മറിച്ച് ആ സുന്നിയല്ലാത്തവൻ അവനൊരു പരിപാടി വെക്കുമ്പോ അത് പോയിട്ട് തുടങ്ങി കൊടുക്കാൻ പറ്റുമോ നമുക്ക്? അത് പോയി ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ പറ്റുമോ നമുക്ക്? അതേപോലെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായ അതേ മൗലവിമാർ അവരുടെ മഹത്വങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ അത് പ്രകാശിപ്പിക്കാൻ പറ്റുമോ ഒരു സുന്നിക്ക്? അതേപോലെ ചോദിക്കട്ടെ, നേരത്തെ ഉസ്താദ് അവர்கள் പറഞ്ഞില്ലേ, സക്കാത്ത് മുഴുവനും നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനെ ഭയമില്ലാത്ത മൗലവിമാർ. നിങ്ങൾ കണ്ടില്ലേ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും 4 മദ്ഹബല്ലേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നില്ലേ? ഇത്തഫഖൽ അയിമ്മത്തുൽ അർബഅതു അലാ അന്നഹു ലാ യജൂസു ഇഖ്റാജു സക്കാത്തി ലിബിനാഇ മസ്ജിദിൻ ഔ തക്ഫീനി മയ്യിത്തിൻ. സക്കാത്ത് അത് പള്ളി നിർമ്മാണത്തിന് ഉപയോഗിച്ചുകൂടാ, അതേപോലെ മയ്യിത്ത് സംസ്കരണത്തിന് ഉപയോഗിച്ചുകൂടാ, അത് അതിന്റെ അർഹരായ ആളുകൾക്ക് കൊടുക്കുക തന്നെ വേണം, പൊതുകാര്യത്തിന് ഉപയോഗിച്ചുകൂടാ എന്ന് 4 മദ്ഹബും പറയുമ്പോ അത് മാറ്റിവെച്ചിട്ട് സക്കാത്ത് ഫീ സബീലില്ലാഹിൽപ്പെട്ടതാണ് അതൊക്കെ എന്ന് പുതിയ ആശയം കൊണ്ടുവന്ന് അതിനു വേണ്ടി സക്കാത്ത് പിരിക്കുമ്പോ ആ സക്കാത്ത് പിരിക്കുന്ന കമ്മിറ്റികൾക്ക് അനുകൂലമായി നിൽക്കാൻ അതേ ഒരു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവർക്ക് പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ഓ സുഹൃത്തുക്കളെ, വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. മനസ്സുകൊണ്ട് അവരോട് സമരം ചെയ്താൽ അവൻ ഒരു ഈമാനുള്ളവനാണ്. മനസ്സുകൊണ്ട് അവരോട് സമരം ചെയ്യണം. ഇത് ഹദീസിൽ വന്നതാണ്. ഇത് മൂടിവെക്കാൻ പണ്ഡിതന്മാർക്ക് കഴിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, സത്യം തുറന്നു പറയുന്നതിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ ഒരു കാലഘട്ടത്തിലും മടിച്ചു നിന്നിട്ടില്ല. അപ്പുറത്താരായിരുന്നാലും ശരി, അത് തുറന്ന് പറയുക തന്നെ ചെയ്യും. അത് തുറന്നു പറയാനുള്ള അവസരം ലോകസത്താവായ അള്ളാഹു ഇവിടെ ചെയ്തു തരുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്കൾ തുടക്കം മുതൽ ഇന്നേ വരെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ എഴുതിയ ഒരു ലേഖനം നമുക്ക് ഈ സമസ്ത സ്മരണികയിൽ കാണാം. സുഹൃത്തുക്കളെ, എഴുതിയത് എന്താണ്? ഞാൻ ചെറിയ അല്പവാചകം മാത്രം ഞാൻ വായിക്കുകയാണ്. സുന്നി വോയിസിൽ വന്ന ലേഖനം അത് എടുത്ത് ഉദ്ധരിച്ചതാണ്. മതകാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല, മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ. എന്താണ് എഴുതിയത്? സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം പറയുന്നതും എഴുതുന്നതും വിഭാഗീയതയും ഛിദ്രതയുമാണെന്ന് ചിലർ പറയുന്നു. ഖുനൂത്ത് ഓതിയാലും ഇല്ലെങ്കിലും കൈ നെഞ്ഞത്തോ പുറത്തോ വെച്ചാലും നമസ്കരിക്കുന്നില്ലേ? ഖുത്ബ പരിഭാഷ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, ജുമാ നിസ്കരിക്കുന്നുണ്ടല്ലോ, എന്തിന് ഛിദ്രത സൃഷ്ടിക്കുന്നു? പലപ്പോഴും ഇങ്ങനെ ശബ്ദിക്കാറുള്ളത് ചില രാഷ്ട്രീയ നേതാക്കളും അവരുടെ പത്രങ്ങളും അനുഭാവികളുമാണ്. ഇത് ഞാൻ എഴുതിയതല്ല. മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ ഭൗതികാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ തെളിഞ്ഞും മറിഞ്ഞും പ്രവർത്തിക്കുന്ന എത്രയോ പാർട്ടിയും പത്രവും ഇവിടെയുണ്ട്.
തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും അല്ലാത്തപ്പോൾ പൊതുവിലും എന്തെല്ലാം നടക്കുന്നു. പലപ്പോഴും കൊലപാതകം തന്നെ സംഭവിക്കുന്നു. ഇതിന്റെ പേരിൽ രാഷ്ട്രീയമോ മന്ത്രിസഭയോ വേണ്ടെന്ന് പറയാൻ ഇവിടുത്തെ അഹിംസാ ശ്രേഷ്ഠർ രംഗത്തില്ല. മതത്തിന്റെ കാര്യം പറയുന്നിടത്ത് മാത്രം ഇവർ സമാധാന ഗന്ധികളാണ്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന് ഭൗതിക രാഷ്ട്രീയമില്ല. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വിശ്വാസവുമില്ല. രാഷ്ട്രീയത്തെക്കുറിച്ച് ഇസ്ലാം ഒന്നും പഠിപ്പിച്ചിട്ടില്ലെന്ന് ഇപ്പറഞ്ഞതിനർത്ഥമില്ല. അതുകൊണ്ട് കാര്യം പറഞ്ഞുകൂടുന്നില്ല. രാഷ്ട്രീയമുണ്ടായാലേ കാര്യം പറയാവൂ എന്നില്ലല്ലോ. പോകട്ടെ, രാഷ്ട്രീയക്കാരൻ പറയുന്നത് എന്തും കാര്യമാണോ, ശരിയാണോ? ഇവിടെ ശരിയും തെറ്റും തീരുമാനിക്കാൻ മതത്തിനേ കഴിയൂ. ഉമ്മയെ തല്ലരുതെന്ന് ഒരാളും തല്ലണമെന്ന് രണ്ടാളും പറഞ്ഞാൽ രണ്ടാമത്തേത് അംഗീകരിക്കുന്ന രാഷ്ട്രീയത്തിൽ സുന്നത്ത് ജമാഅത്തിന് വിശ്വാസമില്ല. മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതേ, നമ്മള് 1985 പ്രസിദ്ധീകരിച്ച നമ്മുടെ സമസ്ത കേരള ജമിയത്തുകളുടെ സ്മരണികയിൽ അദ്ദേഹം നേരത്തെ എഴുതിയ ലേഖനം എടുത്തുദ്ധരിച്ചതാണ്. ഞാനിത് പറഞ്ഞു വരും. ഇതാണ് സമസ്തയുടെ നയം. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അത് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുവോ? ഇല്ലേ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നക ലാ തഖ്ദിറു അൻ തുർദിയ അന്നാസ കുല്ലഹും. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നിനക്ക് കഴിയൂല മോനെ. ഇന്നക ലാ തഖ്ദിറു അൻ തുർദിയ അന്നാസ കുല്ലഹും ഫഅസ്ലിഹ് മാ ബൈനക വബൈനല്ലാഹ്. നിനക്ക് ഏറ്റവും വലിയ കടപ്പാടുള്ളത് അല്ലാഹുവിനോടാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെയും നിന്റെയും ഇടയിലുള്ള വിഷയം നീ നന്നാക്കി വെക്കുക. സുമ്മ ലാ തുബാലി ബിന്നാസ്. ജനങ്ങൾ മുഴുവനും നിന്നെ പുകഴ്ത്തിയാലും ജനങ്ങൾ മുഴുവനും നിന്നെ ഇകഴ്ത്തിയാലും ആരെന്ത് പറഞ്ഞാലും അത് നീ വില വെക്കേണ്ടതില്ല. ഈ നയമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച നയം. ആ നയവുമായിട്ടാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് ഇനിയും പിന്തുടരുക തന്നെ ചെയ്യും. നിങ്ങൾ നോക്കൂ, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു കിതാബുൽ അസ്മാഇ വസ്സിഫാത്ത് എന്നൊരു വലിയ ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥം രചിക്കാനുള്ള കാരണം മഹാനവറുകൾ പറയുന്നുണ്ട്. എന്താണ്? അബൂ മൻസൂർ മുഹമ്മദ് ഇബ്നുൽ ഹസൻ ബിൻ അയ്യൂബിൽ ഉസൂലി റഹിമഹുല്ലാഹ് എന്നെ ഇങ്ങനെ ഒരു കിതാബ് രചിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. എന്തിനാണത്? അതിന് കാരണം പറഞ്ഞ എന്തിനാണത്? അത് സുന്നത്ത് ജമാഅത്തിനെ സഹായിക്കാനും ബിദ്അത്തിനെ പിഴുതെറിയാനുമാണ്. പക്ഷേ വലം യഖ്ദിർ ഫി അയ്യാമി ഹയാതിഹി ലിസ്തിഗാലിഹി ബിതഖ്രീജിൽ അഹാദീസ് ഫിൽ ഫിഖ്ഹിയാത്ത്. ഞാൻ ഫിഖ്ഹിയായ ഗ്രന്ഥങ്ങൾ രചിക്കുന്നതിലും അതിന്റെ ഹദീസുകൾ രംഗത്ത് കൊണ്ടുവരുന്നതിലുമൊക്കെ ഞാൻ അങ്ങനെ മുഴുകിപ്പോയതിനാൽ അലാ മബ്സൂത്തി അബി അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ആ ഫിഖ്ഹിയായ ആശയങ്ങൾ അത് തന്നെയും ഇബ്രാഹിം അൽ മുസനി തങ്ങൾ പഠിപ്പിച്ചതുപോലെ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അതിനു മുമ്പ് കഴിഞ്ഞില്ല. എന്നാലും ഇപ്പോൾ ഞാനതിന് അതാ പുറപ്പെട്ടിറങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ആ കിതാബിലെ നിങ്ങൾക്ക് കാണാം. ഈ അടുത്ത് വന്നില്ലേ ഒരു സാധനം, എന്താണ്? അള്ളാഹുവിന് 40 മുഴാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിന് 40 മുഴാണ്. അത് അവൻ ഉദ്ധരിച്ച ഹദീസ് ഏതാണ്? സുബ്ഹാനല്ലാഹ്. അവനും ബിരുദമുണ്ടെന്നാണ് പറയുന്നത്. അവൻ ഉദ്ധരിച്ച ഹദീസ് ഏതാണ്? ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അത് ഉദ്ധരിക്കുകയാണ്. ഖലഖല്ലാഹു ആദമ അലാ സൂറതിഹി തൂലുഹു 60 ദിറാഅൻ ഫലമ്മാ ഖലഖഹു ഖാല ഇദ്ഹബ് ഫസല്ലിം അലാ ഉലൈക النفر وهم نفر من الملائكة جلوس فاستمع ما يجيبونك فإنها تحيتك وتحية ذريتك قال فذهب فقال السلام عليكم فقالوا وعليك السلام ورحمة الله فزادوه ورحمة الله فكل من يدخل الجنة على صورة آدم طوله 60 ذراعا فلم يزل الخلق ينقص بعده حتى الآن فهذا حديث مخرج في الصحيحين. ഈ ഹദീസിന് എന്താണ് ഇമാമിങ്ങൾ പറഞ്ഞ വിശദീകരണം? ഇമാം ബൈഹഖി ഉദ്ധരിക്കുകയാണ്. അതെ, വഖദ് ഖാല അബൂ സുലൈമാൻ അൽ ഖത്താബി റഹിമഹുല്ലാഹ് ഖലഖല്ലാഹു ആദമ അലാ സൂറതിഹി അൽഹാഉ വഖഅത് കിനായതൻ ബൈന സ്ബൈനി ളാഹിറൈൻ. ഇവിടെ 10,000 പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ആയിരക്കണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ വിളംബരം നടക്കുന്നത്. ആ പണ്ഡിതന്മാരുടെ ശ്രദ്ധയിലുണ്ടാകാനാണ് ഞാനിത് വായിക്കുന്നത്. അതെ, അലാ സൂറതിഹി എന്ന് പറയുന്ന ളമീർ അത് വന്നത് 2 ഇസ്മുകൾ, 2 പേരുകൾ അതിനു മുമ്പ് വന്നു. ഒന്ന് അള്ളാഹുവിന്റെ പേരാണ്,
ഒന്ന് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പേരാണ്. ഫലം തസ്ലുഹ് അൻ തുസ്റഫ ഇലല്ലാഹി അസ്സ വജൽ, ആ ദമീർ അല്ലാഹുവിലേക്ക് മടക്കാൻ പറ്റില്ല. ലിഖിയാമിദ് ദലീലി അന്നഹു ലൈസ ബിദി സൂറത്തിൻ, അല്ലാഹു തആല ഒരു രൂപമല്ല എന്നത് തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. സുബ്ഹാനഹു ലൈസ കമിഥിലിഹി ശൈഅ്, സൂറത്തുണ്ടെന്ന് പറഞ്ഞാൽ സൂറത്തുള്ളതിനോട് തുല്യമായില്ലേ? ഒരിക്കലും അല്ലാഹു തആല മറ്റൊന്നിനോട് തുല്യമുള്ളവനല്ല. ഫകാന മർജിഉഹാ ഇലാ ആദം അലൈഹിസ്സലാം, അപ്പോൾ അതിന്റെ മടക്കം, ആ ലമീർ മടങ്ങുന്നത് ആദം നബി അലൈഹി ഇസ്ലാമിലേക്കാണ്. ഫൽമാന, അപ്പൊ എന്താണ് അങ്ങനെ പറയാൻ കാരണം? അന്ന ദുരിയത ആദമ ഇന്നമാ ഖുലിഖു അത്വാറൻ കാനൂ ഫീ മബ്ദഇൽ ഖൽഖതി നുത്ഫതൻ ثم അലഖതൻ ثم മുദ്ഗതൻ ثم صاروا صورا أجنة إلى أن تتم مدة الحمل فيولدون أطفالا وينشؤون صغارا إلى أن يكبروا فتطول أجسامهم. സാധാരണ നിലക്ക് ജനങ്ങൾ വളരുന്നത് നുത്ഫത്ത് മുതൽക്ക്, അതേ ബീജവും അണ്ടവും കലരുന്ന സമയം മുതൽക്ക്, സംഗമിക്കുന്ന സമയം മുതൽ ഘട്ടം ഘട്ടമായി വളർന്നുകൊണ്ടാണ് ഒരു കുട്ടി പ്രസവിക്കപ്പെട്ട് പിന്നെയും വളർന്ന് 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 നീളവും തടിയും വണ്ണമൊക്കെ വെക്കുകയാണ്. ആദം നബി അലൈഹി ഇസ്ലാം അങ്ങനെയല്ല. ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി, ആദം നബി ഏതൊരു സൂറത്തിലാണോ അതേ വിധത്തിൽ തന്നെ അള്ളാഹു സൃഷ്ടിച്ചതാണ്, അല്ലാതെ ഘട്ടം ഘട്ടമായി വളർന്നതല്ല. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഫൽ മഅന എന്ന് പറഞ്ഞ മഹാനവറുകൾ പറയാണ്, ഫയൂലദൂന ഇലാ യക്ബറു ഫതതൂലു അജ്സാമുഹും യഖൂലു ഇന്ന ആദമ ലം യകുൻ ഖൽഖുഹു അലാ ഹാദിഹി സിഫ ലകിന്നഹു ലമ്മാ തനാവലതുൽ ഖൽഖ വജദ ഖൽഖൻ താമ്മൻ തൂലുഹു 60 ദിറാഅൻ. ആദം നബി പടക്കുമ്പോൾ തന്നെ 60 ദിറാഅൻ. അതുകൊണ്ടാണ് തൂലുഹു 60 ദിറാഅൻ. ഇതിനെയാണ് വ്യാജ തരീഖത്താണെന്നും പറഞ്ഞിട്ട് രംഗത്ത് നടക്കുന്ന വളരെ പിഴച്ച വാദക്കാർ. ഈ അടുത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും ഗ്രാൻഡ് മുഫ്തിയുമായ ഉസ്താദ് അവറുകളുടെ മുമ്പിൽ തമിഴ്നാട്ടിലുള്ള പണ്ഡിതന്മാർ വന്ന് അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മുശാവറയിൽ അതിനെ സംബന്ധിച്ച് മറുപടി കൊടുത്തത്, ഉസ്താദ് അവറുകൾ മറുപടി കൊടുത്തത് അത് നമ്മുടെ ഇന്നത്തെ റിപ്പോർട്ടിൽ ജനറൽ ബോഡിയിൽ വെച്ച് വായിച്ചിരുന്നു. സുഹൃത്തുക്കളെ, ആദം നബി അലൈഹി ഇസ്ലാമിന് 60 മുഴം നീളം, പടച്ചോന്റെ നീളാണത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്ത് പിഴച്ചുപോയ കക്ഷികൾ എത്തിപ്പോയി. സുബ്ഹാനല്ലാഹ്. ശൈത്താനു താഖ് എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു. ഈ ശൈത്താനു താഖ് അവർക്ക് നുഅ്മാനിയ എന്നാണ് ഷിയാക്കളെ കൂട്ടത്തിൽ പേര് പറയുക, റാഫിളത്താണത്. ആ ശൈത്താനു താഖ് എന്ന് പറയുന്നവൻ അവന്റെ വാദങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹു പ്രകാശമാണ് എന്നൊരു വാദം, അള്ളാഹുവിന് സൂറത്തുണ്ട് എന്ന വാദം. റാഫിളത്തിന്റെ വാദമാണ് അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന വാദം, അള്ളാഹുവിന് ശരീരമുണ്ടെന്ന വാദം. ഈ മലപ്പുറം ജില്ലയിൽ അങ്ങകലെ അതേ മങ്കട സ്വദേശിയായ അബ്ദുൽ അസീസ് മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം എഴുതിയില്ലേ, അള്ളാഹുവിന് രൂപവും അവയവങ്ങളുമുണ്ടെന്ന്, ജഡവും അവയവങ്ങളുമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ പച്ചക്കള്ളം എഴുതിയില്ലേ അവൻ? സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിനെ, അതിന്റെ ആശയങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഈ കക്ഷികൾ ഇറങ്ങുമ്പോൾ അവരോട് സമരം ചെയ്യണമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അഥവാ മനസ്സുകൊണ്ടും ഒരാൾ അവരെ എതിർക്കാനില്ലെങ്കിൽ നബി തങ്ങൾ പറയാണ്, വലൈസ വറാദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ. മനസ്സുകൊണ്ട് ഈ കക്ഷികളെ വെറുക്കാനോ ഇല്ലേ, എന്നാൽ ഈമാനിന്റെ കടുമണി തൂക്കം അവന് ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഈമാനോടെ മരിക്കണ്ടേ നമുക്ക്? അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. ഈമാനോടെ മരിക്കണോ? പുത്തൻവാദികൾക്കെതിരെ പടപൊരുതണമെന്നാണ് പറയുന്നത്. ഓ സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ആ പുത്തൻവാദികൾ ഈ മാസത്തിൽ, ഈ ഫെബ്രുവരിയിൽ അവരെഴുതിയത് നിങ്ങൾ കണ്ടോ? എത്ര വേദനാജനകമാണ്. അൽമനാറ് ഫെബ്രുവരി 1, 2026. ഇതിലെന്താണ് എഴുതുന്നത്? മഹാന്മാരായ സ്വഹാബത്തിനെ തള്ളിയിട്ട് എഴുതുകയാണ്. എന്നാൽ ഷാഫി, ഹനഫി, ഹംബലി മദ്ഹബുകൾ സ്ഥിരപ്പെടുത്തിയ 20 മാലിക്കി മദ്ഹബ് സ്വീകരിച്ച 36 നബിചര്യയിൽ എവിടെയും വന്നിട്ടില്ല. തറാവീഹ് 36 വരെ നിസ്കരിക്കാം എന്ന് അതാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് അഭിപ്രായമുണ്ട്. മറ്റുള്ള അയിമ്മത്ത് 20 റക്അത്ത് പറഞ്ഞു. 36-ൽ 20 ഉണ്ട് എന്ന് പറയണ്ടല്ലോ. അതുകൊണ്ട് 4 മദ്ഹബുകാരും 20 റക്അത്താണ് ലോകം മുഴുക്കെ ഇപ്പോൾ നിസ്കരിച്ചു വരുന്നത് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. എന്നാ പറയാണ്, അത് നബി തങ്ങൾ നിസ്കരിച്ചിട്ടില്ല. ഓ
ഓ, ഈ മൗലവിമാര് നബിതങ്ങളെ നേരിൽ കണ്ട വല്ലാത്ത മനുഷ്യന്മാര് തന്നെ. ഓ സുഹൃത്തുക്കളെ, ആ പറയുന്ന അവര് ശേഷം ഉദ്ധരിക്കുന്നുണ്ട്. അതെ, ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും അടക്കം സകല ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത റമദാനിലോ അല്ലാത്തപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11-ൽ കൂടുതൽ രാത്രി നിസ്കാരം നിർവഹിച്ചിട്ടില്ല. മഗ്രിബ് ഇശാവും പിന്നെ പകലാ മൗലവി? അത് രാത്രി തന്നെ അല്ലേ? വിത്ർ നിസ്കാരം പകലാ. ഈ പറഞ്ഞത് വിത്റിനെ സംബന്ധിച്ചാണെന്ന് ആ ഹദീസ് പറഞ്ഞു കൊടുത്ത ആയിഷ ബീവി തന്നെ പറഞ്ഞിട്ടില്ലേ? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് നോക്കൂ. അംബിഇനി അൻ വിത്രി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ വിത്ർ നിസ്കരിച്ച് എത്രയാണെന്ന് പറഞ്ഞു തരൂ ഉമ്മ എന്ന് പറഞ്ഞപ്പോ എണ്ണി അങ്ങ് കണക്കൂട്ടി കൊടുത്തിട്ട് കുഞ്ഞുമോനെ അവിടുത്തെ വിത്ർ 11 എന്ന് പറഞ്ഞത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? അപ്പൊ വിത്റാണ് ഞാൻ പറഞ്ഞത് ആയിഷ ബീവി പറയാണ്. ഇനി നിങ്ങൾ നോക്കൂ, മാലിക് ഇമാമിന് മനസ്സിലായില്ല എന്ന് പറയും. ചോദിക്കട്ടെ, സഹീഹ് മുസ്ലിം മറിക്കൂ, ബുഖാരി മറിക്കൂ. ബുഖാരിയിൽ 3 സ്ഥലത്ത് ഈ ഹദീസ് ഉണ്ട്. ഓരോന്നും മറിക്കൂ. അൻ മാലിക്കിൻ, ആ ഹദീസ് മുഴുവൻ ഹദീസ് പണ്ഡിതന്മാർക്കും എത്തിച്ചു കൊടുത്ത മഹാൻ മുഹദ്ദിസ് ഇമാം മുദാരിൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മുവത്തയിൽ 20 റകഅത്ത് തറാവീഹും 3 റകഅത്ത് വിത്റുമല്ലേ ഉദ്ധരിച്ചത്. അപ്പൊ ആ മാലിക് ഇമാം അബ്വാബുൽ വിത്ർ അതിൽ എത്ര റകഅത്താ പറഞ്ഞത്? അപ്പൊ മാലിക് ഇമാം പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് മാലിക് ഇമാമിന് മനസ്സിലായിട്ടില്ല എന്നാണ് അൽമനാർ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മുസ്ലിമീങ്ങളെ പിഴപ്പിക്കുന്നതിന്റെ ഒരു ചെറിയ രൂപം. എന്നിട്ട് പറയാണ്, നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട 11 നിസ്കരിക്കാതെ സ്ഥിരപ്പെട്ടതല്ല എന്നുറപ്പുള്ള 20-ഉം 36-ഉം സ്വീകരിക്കുന്ന 4 മദ്ഹബുകളുടെയും നിലപാട് തള്ളപ്പെടേണ്ടതാണ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ മുമ്പൊരിക്കൽ ഒരു ചെറിയ ഒരു നോട്ടീസ് പ്രസിദ്ധീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 റകഅത്ത് വിത്ർ 8 റകഅത്ത് തറാവീഹ് നിസ്കരിച്ചു എന്ന് തെളിയിച്ചാൽ 10 കോടി രൂപ ഇനാം എന്നായിരുന്നു ആ നോട്ടീസ്. അത് കിട്ടിയപ്പോൾ ഒരു മൗലവി എനിക്ക് കത്തയച്ചു. അതിലുള്ള എന്താണെന്നറിയോ? അതിലുള്ളത് നിങ്ങൾ അഡ്രസ് അയച്ചു തരണോന്ന്. എനിക്ക് കത്തയക്കാണ് അഡ്രസ്സിൽ തന്നെ. എന്റെ അഡ്രസ്സിൽ എനിക്ക് കത്തയക്കാണ് നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര ഉണ്ട് ഇവരെ ബുദ്ധി. അവരാ അയിമ്മത്തിനെ ചോദ്യം ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, 4 മദ്ഹബിനെയും തള്ളി, സഹാബത്തിനെ തള്ളി. കാനൂ യഖൂമൂന അലാ ഹദി ഉമർ ഇബ്നുൽ ഖത്താബ് ബി20 റകഅ ബി23 റകഅ. 3 റകഅത്ത് വിത്റാണെന്ന് ഇമാം ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ അവിടെ വിവരിച്ചു. 20 റകഅത്ത് തറാവീഹും 3 റകഅത്ത് വിത്റും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് സഹാബത്തിനിടയിൽ സംശയമില്ലാതെ തർക്കമില്ലാതെ നിസ്കരിച്ചു. അതുകൊണ്ട് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തഹ്ഫീൽ പറഞ്ഞു, കമാ തവഖു അലൈഹി, ശറഹുൽ ബാഫദിൽ പറഞ്ഞു, അജ്മഅ അലൈഹി സ്വഹാബ, സഹാബികൾ ഏകോപിതരായി അത് അംഗീകരിച്ചു. 4 മദ്ഹബിനും പിന്നെ അവിടെ ചർച്ചയില്ല. കാരണം സഹാബത്ത് ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് ഖുർആനാണ് പറഞ്ഞത്. വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും, സഹാബത്തിനെ പിന്തുടർന്നവരെ അല്ലാഹു പൊരുത്തപ്പെട്ടു. ഖുർആനാണ് പറഞ്ഞത്. അല്ലാഹുവിന് പിഴവ് പറ്റുമെന്ന വാദം റാഫിലിയത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു. ആ വാദം ഇവരുടെയും മനസ്സിന്റെ ഉള്ളിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് അവർ ഈ സഹാബത്തിനെ തള്ളി പറയുന്നത്? ഓ സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കളവുകൾ മാത്രം പറഞ്ഞ് മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുകയാണ് ഈ കക്ഷികളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നില്ലേ ജമാഅത്ത് ഇസ്ലാം? അവരുടെ പ്രശ്നം എന്താണ്? അതും ഷിയാക്കളുടെ വാദത്തിൽ നിന്ന് വന്നതാണ്. മൗദൂദിയുടെ വാദം ഷിയാക്കളാണ് അതിന്റെ അടിസ്ഥാനം. അത് വേണമെങ്കിൽ നിങ്ങൾ ഇമാം ശഹ്റസ്ഥാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ മിലൽ വന്നിഹൽ നോക്കിക്കോളൂ. അശ്ശിഅതു ഹുമുല്ലദീന സാഉ അലിയ റളിയല്ലാഹു അൻഹു അൽ ഖുസൂസ്, മറ്റുള്ള സഹാബത്തിനൊന്നും ബഹുമതി നൽകാതെ അലി ഇബ്നു അബീ താലിബിന്റെ മാത്രം അതേ ബഹുമാനം പറഞ്ഞുകൊണ്ട് പിടിച്ച് വന്ന ഒരു കക്ഷികളാണ് ഷിയാക്കൾ. എന്നിട്ട് പറയാണ്, ഖാലു, ആ ഷിയാക്കൾ പറഞ്ഞു, ലൈസത്തിൽ ഇമാമത്തു ഖദിയ്യത്തുൽ മസ്ലഹിയ്യ തുനാതു ബിഖ്തിയാരി ആമ്മ വയന്തസിബുൽ ഇമാമു ബിനസ്ബിഹിം ബൽ ഖദിയ്യത്തുൻ ബൽ ഹിയ ഖദിയ്യത്തുൻ ഉസൂലിയ്യ വഹിയ റുക്നുദ്ദീൻ ലാ യജൂസു ലിർറുസുലി അലൈഹിം സ്വലാത്തു വസ്സലാം ഇഫ്ആലുഹു വഇഹ്മാലുഹു വലാ തഫ്ഈലുഹു ഇലൽ ആമ്മത്തി വഇർസാൽ. എന്താ പറഞ്ഞത്? അതെ, ഭരണാധികാരിയെ നിശ്ചയിക്കുക. ഭരണാധികാരിയെ നിശ്ചയിക്കുക എന്നത് അത് ഇസ്ലാമിന്റെ ഒരു അടിത്തറയാണ് എന്ന് ഷിയാക്കൾ വാദിച്ചു. അങ്ങനെ ഇസ്ലാമിന്റെ അടിത്തറയായതുകൊണ്ട് ഒരു റസൂലിനും നബിക്കും ഇവിടെ ഭരണാധികാരിയെ സ്ഥാപിക്കാതെ ഇവിടെ ഇസ്ലാമില്ല എന്ന് വാദിച്ചു.
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്രയോ അമ്പിയാക്കൾ അവരെ കൊല്ലപ്പെട്ടവരുണ്ട്. അവർ ഭരണാധികാരികളായിരുന്നോ? അവർക്ക് ഇസ്ലാം ഇല്ലായിരുന്നോ? അവർക്ക് ഈമാൻ ഇല്ലായിരുന്നോ? എന്താണ് ഈ ജമാഅത്ത് ഇസ്ലാമിയും ഷിയാക്കളും പറയുന്ന ആശയം? എന്നിട്ട് ശേഷം നിങ്ങൾ കാണാം, ഇത് ഖദിയ ഉസൂലിയാണോ ഖദിയ മസ്ലഹിയാണോ? അതേ, സുന്നത്തി ജമാഅത്ത് പറഞ്ഞു ഈ ഭരണാധികാരികൾ നിശ്ചയിക്കുന്നത് ഖദിയ മസ്ലഹിയ. ഓരോ സ്ഥലങ്ങളിലും ഓരോ അവസരത്തിലുമുള്ള മസ്ലഹത്ത് അനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുസ്വര രാജ്യമാണ്. ഇവിടെ ഭരണാധികാരികളെ അത് മുസ്ലിമായ കിതാബുകളിലൊക്കെ പറയുന്ന ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് മദീനയിലോ മക്കയിലോ നിശ്ചയിക്കുന്നത് പോലെയുള്ള ആളുകളെ നിശ്ചയിക്കണമെന്നോ അല്ലെങ്കിൽ അതുപോലെ ഭരണം നടത്തണമെന്നോ ആണോ ഇവിടുത്തെ മസ്ലഹത്ത്? ഇത് മസ്ലഹ ഉസൂലിയ, ഖദിയത്തുൻ ഉസൂലിയ എന്ന വാദം ശിയാക്കളുടെ വാദമാണ്. ആ വാദമാണ് മൗദൂദി ഛർദിച്ചത്. അതെടുത്തിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇവിടെ മതേതര ദേശീയ ജനാധിപത്യം ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് എന്ന് പറഞ്ഞത്. ഷിയാക്കളെ പിന്തുടർന്നുകൊണ്ടാണ്. അവരുടെ വാദം എന്താണ്? ഒരു അമീറിനെ നിശ്ചയിക്കണം. ആ അമീർ പറയും പോലെയാണ് പിന്നെ ഇസ്ലാം. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം, സക്കാത്തിനെ സംബന്ധിച്ച് ജമാഅത്ത് അമീർ അനുയോജ്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതാണ് എന്ന് ഭരണഘടനയിൽ നിങ്ങൾക്ക് വായിക്കാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ. അപ്പൊ അള്ളാഹുവും റസൂലും ഉണ്ടാക്കിയ വ്യവസ്ഥയോ അയിമ്മത്ത് പറഞ്ഞ വ്യവസ്ഥയോ ജമാഅത്ത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മുസ്ലിംകളായ ബിസിനസ് നടത്തി ആഖിറൻ രക്ഷപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന അതേ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന അതേ മുസ്ലിമീങ്ങളായ മുതലാളിമാരോട് പറയുന്നത്, നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ കയ്യിൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കല്ലേ, ആഖിറത്തിൽ ഞങ്ങൾ ഉത്തരവാദികളാവില്ല. അതേപോലെ മുജാഹിദിന്റെ കയ്യിൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കല്ലേ, ആഖിറത്തിൽ ഞങ്ങൾ ഉത്തരവാദിയാവില്ല. അമീറാണ് നിയമം ഉണ്ടാക്കുന്നത്, ഇസ്ലാമിന്റെ നിയമം അവർ സ്വീകരിക്കാൻ തയ്യാറല്ല. കണ്ടോളൂ, മഹാനായ ഇമാം ഷഹ്റസ്താനി പിന്നെയും പറയാണ്, വയജ്മഉഹുൽ ഖൗലു ബിഅന്ന ദീന തഅതു റജുലിൻ. ഒരു മനുഷ്യനെ അനുസരിക്കുക എന്നതാണ് ദീൻ എന്നാണ്. ഒരു മനുഷ്യനെ അനുസരിക്കുക, അതാണ് ദീൻ എന്ന് ഈ ഷിയാക്കൾ കൈസാനിയത്തും അതുപോലുള്ള കക്ഷികളൊക്കെ വാദിച്ചു. അവസാനം പറയുന്നു, ഒമനി തഖദ അന്ന ദീന തഅതു റജുലിൻ വലാ റജുല ലഹു ഫലാ ദീന ലഹു നഊദു ബില്ലാഹി മിനൽ ഹീറതി വൽ ഔരി ബഅദൽ ഖൗൽ റബ്ബിഹ്ദിനസ് സബീൽ. അങ്ങനെ ഏതെങ്കിലും ഒരു അമീറിനെ തെരഞ്ഞെടുത്തിട്ട് ആ അമീർ നടക്കും പോലെയാണ് പറയും പോലെയാണ് ദീന് എന്ന് പറയുന്നത് ഷിയാക്കളുടെ വാദമാണത്. ആ വാദം ഇവിടെ മൗദൂദി സാഹിബ് കൊണ്ടുവന്നപ്പോ അതിവിടെ വിറ്റ് ചെലവഴിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്കൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിച്ചു. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറഞ്ഞു. അവർക്കറിയാം ഇവിടെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ജീവിച്ച നാടാണ്, മമ്പ്രത്ത് തങ്ങൾ ജീവിച്ച നാടാണ്. അവരൊക്കെ ഇവിടെ ജീവിക്കുമ്പോ ഇവിടെ അമുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ ഉണ്ട്. അവർക്കെതിരെ ഒരു പടയൊരുക്കത്തിനും ഈ രാജ്യത്തുള്ള പണ്ഡിതന്മാര് തയ്യാറായിട്ടില്ല. അവരുമായി സഹകരണത്തിൽ ജീവിച്ചു. കാരണം മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ആ അന്നത്തെ ഭരണാധികാരികൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, 100 വർഷം, അതേ 100 വർഷം പ്രകാശവർഷം, ഈ 100 വർഷത്തിനിടയിൽ ഇന്നേ വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു നേതാവിനും രാഷ്ട്രത്തിനെതിരെ എഴുതുകയോ പറയുകയോ ചെയ്തു എന്ന നിലക്ക് ഒരു ജയിലിലും കിടക്കേണ്ടി വന്നിട്ടില്ല. ഒരിക്കലും സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്കളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഛിദ്രശക്തിയാണെന്ന ആരോപണം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കാരണം ഉണ്ടാകാൻ വകുപ്പില്ല. പരിശുദ്ധ ഇസ്ലാം അതിന്റെ ശരിയായ ആശയത്തിൽ വ്യതിചലിച്ച് എന്തെല്ലാമോ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ച് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിങ്ങളെ മറ്റുള്ള ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ കക്ഷികൾ മുഴുവനും പരിശ്രമിച്ചിട്ടുള്ളത്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരുമിച്ച് കൂടി ഈ എല്ലാവരും പറയുന്ന ഒരു ആശയം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയാൻ, അന്നഹു യജിബു അലാ കുല്ലി അഹദിൻ തസ്കിയതു ജമീഇ സ്വഹാബ. മുഴുവൻ സഹാബത്തും സംശുദ്ധരാണ്, അവർ മഹാന്മാരാണ് എന്നതിൽ അവരെ സംശുദ്ധരായി അംഗീകരിക്കണമെന്നതിൽ